കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ആകപ്പെട്ടിരിക്കുകയാണ് CPM മുൻ ലോക്കൽ സെക്രട്ടറി MR പീതാംബരനും ഏരിയ കമ്മിറ്റി അംഗം MB രാജുവും നൽകിയ മൊഴികൾ CPMനെ അടപടലം കൊടുക്കുന്നതാണ്. പാർട്ടിയുടെ പ്രതിരോധം തകർത്ത് മന്ത്രിമാരിലേക്ക് വിഷയമെത്തുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ED തുനിഞ്ഞിറങ്ങിയാൽ പല വൻ തലകളും ഉരുളും എന്നതാണ് സ്ഥിതി. CPMന്റെ പ്രതിരോധവാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന മുഖ്യ തെളിവുകളുടെ കൂട്ടത്തിൽ പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെയും മൊഴികളായിരിക്കുകയാണ്. കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകളില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ജില്ലാ കമ്മിറ്റിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം MB രാജുവിൻ്റെയും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MR പീതാംബരൻ്റെയും മൊഴികൾ. പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിൽ ഒന്നിലേറെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതായി പീതാംബരൻ മൊഴി നൽകിയതായി ഹൈക്കോടതിയിൽ ED സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ബാങ്കിൽ അംഗത്വമില്ലാതെയാണ് പാർട്ടി അക്കൗണ്ട് തുറന്നതെന്ന് രാജുവിൻ്റെ മൊഴിയിലുണ്ട്. ഇതോടെ പാർട്ടി അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം നീളുമെന്ന കാര്യം ഉറപ്പാണ്. സെക്രട്ടറിയായിരിക്കെ തൻ്റെ പേരിൽ ബാങ്കിൽ പാർട്ടി അക്കൗണ്ട് തുറന്നിരുന്നു എന്നാണ് പീതാംബരൻ്റെ മൊഴി. 2011 പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് ഭൂമി വാങ്ങാനും കെട്ടിടം പണിയാനും മറ്റൊരു അക്കൗണ്ട് തുറന്നു. അനർഹർക്ക് ബാങ്കിൽ നിന്ന് അനുവദിച്ച വായ്പകളുടെ കമ്മീഷൻ പാർട്ടി അക്കൗണ്ട് വഴിയാണ് വാങ്ങിയിരുന്നത്. അംഗത്വമില്ലാത്ത പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിരുന്നു. രാജുവിൻ്റെ മൊഴിയിൽ ഇതുണ്ട്. പാർട്ടി അംഗത്വ ഫീസ് ജനപ്രതിനിധികളിൽ നിന്ന് പിരിക്കുന്ന ലെവി എന്നിവ ഈ അക്കൗണ്ടിലേക്കാണ് എത്തിയിരുന്നത്. രമേശ് പഴുക്കൽ, ജേക്കബ് ചാക്കേരി എന്നിവർക്ക് വേണ്ടി ക്രമവിരുദ്ധമായി 1.5 കോടി രൂപ വായ്പ അനുവദിക്കാൻ ബാങ്ക് വിസമ്മതിച്ചെങ്കിലും CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം RL ശ്രീലാൽ ഇടപെട്ട പാസാക്കിച്ചെന്നും ED സത്യവാങ്മൂലത്തിൽ പറയുന്നു. CPM ജില്ലാ സെക്രട്ടറി സമർപ്പിച്ച ഓഡിറ്റ് കണക്കുകൾ പ്രകാരം പാർട്ടിക്ക് ജില്ലയിൽ 4 അക്കൗണ്ടുകളും 4 സ്ഥിര നിക്ഷേപങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാൽ EDയുടെ കണ്ടെത്തലനുസരിച്ച് 17 ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ 25 ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കില്ലാത്ത 1.73 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. ഈ അക്കൗണ്ടുകളിൽ 63.98 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവുമുണ്ട്. ഈ അക്കൗണ്ടുകളിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനിടെ 100 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നെന്നാണ് കണ്ടെത്തൽ. അതേസമയം കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED കേസിൽ മുഖ്യപ്രതി തൃശൂർ കോലഴി സ്വദേശി P സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി 25-ന് പരിഗണിക്കാൻ മാറ്റി. ജസ്റ്റിസ് CS ഡയസാണ് ഹർജി പരിഗണിക്കുന്നത്. 2023 സെപ്റ്റംബർ 4-നാണ് ED അന്വേഷണ സംഘം സതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയൽ നിയമപ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം പ്രത്യേക കോടതി നവംബർ 29-ന് സതീഷിന്റെ ജാമ്യ ഹർജി തള്ളിയിരുന്നു. അതേസമയം മന്ത്രി P രാജീവ് തനിക്കെതിരായ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സാധാരണ നമ്മളൊന്നും ഒരു ജില്ല വിട്ട മറ്റൊരു ജില്ലയിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാറില്ല എന്ന് മന്ത്രി പറഞ്ഞു. ഇടപെട്ടാൽ തന്നെ ഇന്ന രീതിയിൽ ലോൺ കൊടുക്കണം എന്ന് പറയാറില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലതും ഇനിയും വരും. നിയമവിരുദ്ധമായ ഒന്നും ഒരു ഘട്ടത്തിലും ഇടപെടാറില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിയമവിരുദ്ധമായി വായ്പ അനുവദിക്കാൻ P രാജീവ് CPM ജില്ലാ സെക്രട്ടറിമാരായിരിക്കെ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ മൊഴി നൽകിയത്. ED ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരുന്നു. AC മൊയ്തീൻ, പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ മുതിർന്ന നേതാക്കളും ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയെന്നും സുനിൽകുമാർ മൊഴി നൽകിയിരുന്നു.